നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ. ഒരു ബാച്ച് ഇൻട്രൊഡക്ഷൻ അല്ല ഈ സെഷന്റെ ഉദ്ദേശം. ഒന്ന് രണ്ട് ഓർമ്മപ്പെടുത്തലുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്. വരുന്ന മാസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഡിസംബർ ആണ്, ക്രിസ്മസ് മാസമാണ്. അതല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ള പ്രത്യേകത. എന്താ പ്രത്യേകത? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന അത്യാവശ്യം നല്ല സാലറി സ്കെയിലും ബാക്കി കാര്യങ്ങളൊക്കെയുള്ള ഒന്ന് രണ്ട് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ നമ്മളിങ്ങനെ അപ്കമിംഗ് ആയിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ. അതിൽ ഒന്നാമത്തെ പരീക്ഷ എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷയാണ്. വില്ലേജ് ഫീൽഡിന്റെ അല്ലെങ്കിൽ VFAയുടെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഒരു ജില്ലാതല പരീക്ഷയാണ്. ആ ജില്ലാതല പരീക്ഷ ആയതിനാൽ തന്നെ അത്യാവശ്യം പ്രതീക്ഷിത ഒഴിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. വലിയ കുഴപ്പമില്ലാതെ ഒരു തരത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട എങ്കിലും ഈ പറഞ്ഞ രീതിയിൽ നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റാണ് എന്നുള്ളതാണ് VFA ലിസ്റ്റിന്റെ പ്രത്യേകത. 368/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്ന ഒരു പരീക്ഷയായിരുന്നു. അതിന്റെ റവന്യൂ നിങ്ങൾക്കറിയാം. 17,000 മുതൽ 35,700 വരെ, 35,500 വരെയാണ്. 37,500 വരെയാണ് പേ സ്കെയിൽ എന്നുള്ളത്. ഇനി അതിലും ബാക്കി പേയ്മെന്റ് സ്കെയിലിന്റെ കാര്യങ്ങളൊന്നും അല്ലല്ലോ നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മുടെ സംസാരം എന്ന് പറയുന്നത് എന്തായിരുന്നു? VFA മാന്യമായ ജോലിയാണ്. ഒരു LDക്ക് തത്തുല്യമായിട്ടുള്ള ഒരു നിലവാരത്തിലുള്ള ഒരു പരീക്ഷയാണ്, അല്ലെങ്കിൽ ജോലിയുടെ സ്വഭാവം അത് അങ്ങനെ തന്നെയാണ്. ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ ജില്ലാതല പരീക്ഷ ആയതിനാൽ തന്നെ അത്യാവശ്യം മോശമല്ലാത്ത നല്ല രീതിയിലുള്ള നിയമനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോയിൽ, അതായത് കഴിഞ്ഞ മുൻവർഷങ്ങളിൽ എങ്ങനെയാണോ ലിസ്റ്റ് നീങ്ങിയിരുന്നത് അതേ രീതിയിൽ തന്നെ നീക്കം ഉള്ള ഒരു തരത്തിലാണ് VFA നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഈ VFA ലിസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നിലവിൽ 6/2/2024 വന്ന ലിസ്റ്റാണ്. 6/2/2024 വന്ന ലിസ്റ്റാണ് VFA എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്ന് 2027 ഫെബ്രുവരി 7-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്ത് വരണം? പുതിയ ലിസ്റ്റ് വരണം. അങ്ങനെ വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ വർഷം നോട്ടിഫിക്കേഷൻ വന്നിട്ടേ കാര്യമുള്ളൂ. തൊട്ടടുത്ത വർഷത്തിൽ തന്നെ പരീക്ഷ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞ VFAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഈ ഒഴിവുകൾ നികത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഇൻ ദ സെൻസ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മോഡറേറ്റ് ഫ്ലോയിൽ ഈ പറഞ്ഞ ലിസ്റ്റ് മൂവ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണം, ഇത് ജില്ലാതലമാണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ജില്ലാതല പരീക്ഷയാണ്. നിലവിൽ പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണം ഒരു 164 ഉണ്ട് എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഈ പറഞ്ഞ VFAയുടെ പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജീസ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ള സ്ഥിതിക്ക് ഇതിനേക്കാൾ നമ്മൾ ഉറ്റുനോക്കുന്ന മറ്റൊരു പരീക്ഷ കൂടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ഡിസംബർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് എന്നുള്ളതാണ്. എന്താ അതിന്റെ കാരണം? ബെവ്കോ LD എന്ന് പറയുന്ന ഏറ്റവും പ്രതീക്ഷയോടുകൂടി നമ്മൾ ഉറ്റുനോക്കുന്ന മറ്റൊരു പരീക്ഷ കൂടെ വരാൻ വേണ്ടിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇത് പറഞ്ഞ പോലെ ലിസ്റ്റിന്റെ ഹൈപ്പിലേക്ക് ഞാൻ പോകുന്നില്ല. കഴിഞ്ഞ തവണ ഏകദേശം 249ഓളം അഡ്വൈസ് നിലവിൽ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതിന്റെ ഒരു റിയാലിറ്റി ഫാക്ട് ചെക്ക് എന്നുള്ള രീതിയിൽ നമുക്കറിയാം എന്തായിരുന്നു അതിന്റെ റിയാലിറ്റി എന്നുള്ള കാര്യം. പക്ഷേ നമുക്കൊരു ആദ്യ 100 എന്നുള്ള പ്രതീക്ഷയിൽ പോവാല്ലോ. ആദ്യ 100 എന്നുള്ള ഒരു എയിം വെച്ച്, ഒരു ലക്ഷ്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബെവ്കോ LD അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം. ആ പറഞ്ഞ ശ്രമത്തിനകത്ത് നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നത് വരെയും സൂപ്പർ നോട്ട്സ് ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഉറപ്പാണ്. ഇനി കൃത്യമായ പരിശീലനം ഉണ്ട് എങ്കിൽ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബെവ്കോ LDയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഓണത്തിന് അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ഓണത്തിന് അവർ വാങ്ങിച്ച ഒരു ബോണസ് സ്കെയിലിനെയൊക്കെ പറ്റിയിട്ട് നിങ്ങൾ കേട്ട് കാണും. 1,02,500 എന്നുള്ളത് ഒരു ബോണസ് സ്കെയിൽ മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോ വേതനത്തിന് പുറമെ, അതായത് മന്ത്ലി റവന്യൂവിന് പുറമേ ഉള്ള അഡീഷണൽ ഇൻസെന്റീവ്സ് ബാക്കി കാര്യങ്ങളൊക്കെയാണ് ബെവ്കോ LDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്നുള്ളത്. ഒരു അത്യാവശ്യം മെച്ചപ്പെട്ട രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ളതാണ് ഈ പറഞ്ഞ ബെവ്കോ LDയുടെ പ്രത്യേകത എന്നുള്ളത്. പക്ഷേ ആദ്യം 100 എന്നുള്ള ഒരു ടാർഗറ്റ് നമ്മൾ എയിം ചെയ്ത് വെച്ചുകൊണ്ട് ഈ പറഞ്ഞ എക്സാമും കൂടെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പെരുമഴയാണ് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ 2 പരീക്ഷകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഒന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, മറ്റൊന്ന് ബെവ്കോ LD. ഈ 2 പരീക്ഷകളുടെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്, ഇനി ഇവരെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന പോക്ക് എന്നൊക്കെ പറയുന്ന കണക്ക് തന്നെ ഇവരെ രണ്ടുപേരെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമതൊരാള് ഇവരുടെ പോലെ ഒന്നുമല്ല നിയമന നില. നിങ്ങൾക്കറിയാവുന്നത് പോലെ 7ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മുതൽ അങ്ങേയറ്റം ഡിഗ്രിക്കാർക്ക് വരെ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഏതാത്? കമ്പനി ബോർഡ് LGS എന്നുള്ളതായിരുന്നു. ഓക്കെ അല്ല, കമ്പനി ബോർഡ് LGS എന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പുറമെ ബെവ്കോ LD, അങ്ങനെയാണെങ്കിൽ അതിന്റെ ആദ്യ ശ്രേണിയിൽ തന്നെ നമ്മൾ ആരെ കാത്തിരിക്കുന്നുണ്ട്? കമ്പനി ബോർഡ് LGS കൂടെ കാത്തിരിക്കുന്നുണ്ട്. മറ്റ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ഈ പറഞ്ഞ ബെവ്കോ LD ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്താ പ്രത്യേകത? അടുത്ത ഓണം ബോണസ് ഓണം ആവാന്നേ. എന്ത് തന്നെയാലും എന്ത് ചെയ്യും? ജനുവരിയോടുകൂടി നമുക്ക് ഈ പറഞ്ഞ പരീക്ഷ വന്നതിന് ശേഷം
റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം എന്തായിരുന്നു ഫെബ്രുവരിയിൽ നിയമനം നടക്കുകയാണെങ്കിൽ 100% ഉറപ്പായിട്ടും അതേ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ പറഞ്ഞ ബോണസ് കൈക്കലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ തുച്ഛമായിരിക്കും, എന്നാലും തൊട്ടടുത്ത മാസം ആകുമ്പോഴത്തേക്ക് വർഷമാകുമ്പോഴത്തേക്ക് നമ്മൾ അതിങ്ങ് കയറി വരുമല്ലോ. പറഞ്ഞു വന്നത്, ഈ 2 പരീക്ഷകളെക്കാൾ കൂടുതൽ നിങ്ങൾ പ്രോമിനൻസ് കൊടുക്കേണ്ടത്, പ്രാധാന്യം കൊടുക്കേണ്ടത് ഏത് തന്നെയാണ്? കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന അത്യാവശ്യം മാസീവ് നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ്. എന്തായിരുന്നു, നമ്മുടെ കൂട്ടത്തിലെ പടുകൂറ്റനെയാണ്, വൻമരത്തെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്. മറ്റ് ആപ്ലിക്കേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ട്രൈഡന്റ് ബാച്ച് അങ്ങ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ ട്രൈഡന്റ് ബാച്ചിന്റെ പ്രത്യേകത എന്തായിരുന്നു? മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോന്നിനും ഓരോ ബാച്ചാണെന്നേ. നമ്മുടെ ഒരു മണി മോട്ടീവ് മാത്രമല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പൊ ഈ പറഞ്ഞ ബാച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ട്രൈഡന്റ് ബാച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നിങ്ങൾ ഇതിലേക്ക് വരുന്നതിലൂടെ നിങ്ങൾ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ 3 പരീക്ഷകൾക്കുള്ള ഫുൾ സപ്പോർട്ട്, ഫുൾ സംവിധാനമായി നമ്മൾ ടീം സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. എഗൈൻ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള മറ്റു കാര്യങ്ങളാണല്ലോ നമ്മൾ ഏറ്റവും ഹൈലൈറ്റിൽ പറയേണ്ടത്. കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഒരു കോഴ്സ് ഡ്യൂറേഷൻ എന്നുള്ളത് 6 മാസം 3 മാസം അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾ എന്ന് ജോലിയിൽ കയറുന്നോ അന്ന് വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഉറപ്പ് എന്നുള്ളത്. സോ ട്രൈഡന്റ് ബാച്ച് സൂപ്പർ നോട്ട്സിന്റെ ഏറ്റവും പുതിയ ബാച്ച് ആയിട്ടുള്ള ട്രൈഡന്റ് ബാച്ചിലേക്ക് കൃത്യമായി ജോയിൻ ചെയ്ത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ആ ഒരു ടാഗ് ലൈൻ പോലെ ഞാൻ പറയുന്നു, അടുത്ത ഓണം ബോണസ് ഓണം ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. നിങ്ങളെ ഏവരെയും ട്രൈഡന്റ് ബാച്ചിലേക്ക്, സൂപ്പർ നോട്ട്സിന്റെ ട്രൈഡന്റ് ബാച്ചിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സോ സീ യു ഓൾ ഇൻ ദ ബാച്ച്.